ഞാനുണ്ടല്ലോ നല്ല നാടൻ സദ്യ സ്റ്റൈൽ പുളിഞ്ചിയായിട്ട് ഉണ്ടാക്കണം. നല്ല കട്ടിക്ക് കുറുകിയ ഒരു പുളിഞ്ചിയാണ്. കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ പുളിഞ്ചി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ഞാൻ ഓണം സീരീസ് പോലെയായിട്ട് ഇപ്രാവശ്യം റെസിപ്പീസൊക്കെ കാണിക്കണേ. ഓണം സീരീസിൽ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പുളിഞ്ചിയാട്ടോ. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു, വടക്കോട്ടാണ് ഇങ്ങനെ പുളിഞ്ചി ഉണ്ടാക്കാൻ തോന്നുന്നു. എറണാകുളത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തെക്കോട്ടേക്ക് ആകുമ്പോൾ ഇഞ്ചിക്കറി ആട്ടോ, അതും ഇതും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനായിട്ട് ഇഞ്ചി ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക് ഒരു 10-20 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് ശർക്കര വേണം. നല്ല ശർക്കരയായിട്ട് ഞാൻ കറുത്ത കളറുള്ള ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇഞ്ചിപ്പുളിയിൽ ഇഞ്ചി, ശർക്കര, പുളി ഇത്രയും ഐറ്റം ആട്ടോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു എരിവും പുളിയും മധുരയ്ക്കും കൂടിയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് നമ്മുടെ ഇഞ്ചിപ്പുളി പുളിഞ്ചി എന്നൊക്കെയും പറയും. അപ്പോൾ ഇതെനിക്ക് മെയിനായിട്ട് പുളി വേണം. അപ്പോൾ ഈ പുളി നമ്മൾ ഈ പുളിഞ്ചിക്ക് വേണ്ടിയുള്ള പ്രത്യേകം പുളി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പുളിയും ഉപ്പും കൂടിയിട്ട് ഇടിച്ച് വയ്ക്കും. അപ്പോൾ ഒരു വർഷക്കും പഴക്കമുള്ള പുളിയാട്ടോ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അപ്പോൾ ആ കറുത്ത കളറൊക്കെ പുളിഞ്ചിക്ക് കിട്ടുന്നത് ഈ ഇങ്ങനത്തെ പുളിയിൽ നിന്നാണ്. ഈ പുതിയ പുളി വെച്ചിട്ട് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല. അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുളിഞ്ചി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു 2-3 കപ്പ് വെള്ളത്തിൽ നമ്മളൊരു 10 മിനിറ്റ് കുതിർത്തി വെക്കും. അങ്ങനെ കുതിർത്തി വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞ് നമ്മളത് അരിച്ചെടുക്കും. അതിലെന്തെങ്കിലും കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കും. അപ്പോൾ അത് അരിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുള്ളിക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് ഈ പുള്ളിക്കും ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ചോപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പുള്ളിയൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുളി പിഴിഞ്ഞൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പുളിഞ്ചി ഉണ്ടാക്കേണ്ടത് വിറകടുപ്പിലാണ് കേട്ടോ. വിറകടുപ്പിൽ പുളിഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മൺകലത്തിൽ വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിറകൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ ഓണം സീരീസിൽ ഫസ്റ്റ് റെസിപ്പിയായ പുളിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. അത് കത്തിച്ചെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും കത്തി തുടങ്ങിയാൽ അതങ്ങനെ നല്ലപോലെ കത്തിക്കോളും. എങ്ങനെ നല്ല അത്ര ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കിയാൽ മതി. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഓഫാക്കാൻ ഓൺ ചെയ്യാൻ തീ കുറയ്ക്കാനിരിക്കും പറ്റും. പക്ഷേ വിറകടുപ്പ് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കണം, അല്ലെങ്കിൽ പുളിഞ്ചി ശരിക്കും വെന്ത് പോവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് അതവിടെ വെന്ത് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നമുക്ക് ഇഞ്ചിക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാം കൂടി അരിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇഞ്ചിയും ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാനായിട്ടോ. ഞാൻ എന്നിട്ട് ചോപ്പറൊക്കെ ഓൺ ചെയ്യല്ല, അതിനെ കൈകൊണ്ട് പ്രസ് ചെയ്യണതാണ്. അതുകൊണ്ട് അനങ്ങണില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് എവിടെയോ കുടുങ്ങിയിട്ടുണ്ടെന്ന്. ഈ ചോപ്പറിലുണ്ടല്ലോ ഭയങ്കര നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞിടാനായിട്ട്. നല്ല നൈസായിട്ട് അരിയണം, അല്ലെങ്കിൽ ഇത് ബ്ലേഡുമ്പോൾ ആ ഇഞ്ചിയുടെ എന്തെങ്കിലും കഷ്ണം പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ആ ഇഞ്ചി അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങില്ല, അത് അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഞാനൊന്ന് കുലുക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇഞ്ചി വലുതായി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ചിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. അരച്ച പോലെയല്ല, നമുക്ക് അരിഞ്ഞ പോലെ കിട്ടും. കുറച്ച് സമയം എനിക്കിടന്നുള്ളൂ, പക്ഷെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളിയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്ത്. പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ പുള്ളിക്ക് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ പുളി തിളച്ച് പോവും. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ. തുറന്ന് വെക്കാന്ന് വെച്ചാൽ അടച്ചില്ല എന്നുള്ള പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ മൂടി വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ തിളച്ച് പോവും. അപ്പോൾ ഇതൊക്കെ അവിടെ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു 10-20 കാന്താരിമുളക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കാന്താരിമുളക് ഞാൻ അരിഞ്ഞിടാത്ത എന്താണെന്ന് വിചാരിച്ചാലുണ്ടല്ലോ, ഇത് അങ്ങനെ തന്നെ ഇടാണെങ്കിൽ ആവശ്യത്തിന് എരിവ് കിട്ടും, കൂടുതലും എരിവ് വരില്ല. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വെന്ത പുളിയിലേക്ക് കാന്താരിമുളക് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അരിഞ്ഞിട്ടാൽ ഫുൾ എരിവാവും. ഇതാകുമ്പോൾ അത്രയ്ക്ക് സ്പൈസി ആയിട്ട് വരില്ല, പക്ഷേ ആവശ്യത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ ഇഞ്ചിപ്പുളിയിലിട്ടുള്ള കാന്താരിമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട്. പിന്നെ ഞാനതിലേക്കും ആ വെളുത്തുള്ളി അരിഞ്ഞതും നമ്മൾ നന്നാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഇത് 3 ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇഞ്ചിക്കും അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ടല്ലേ ചെയ്തേ, അത് നമുക്ക് എണ്ണയിൽ വറുത്തിടണമെങ്കിൽ വറുത്തിടാം കേട്ടോ. രണ്ടിനും 2 ടേസ്റ്റാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് വറുത്തിട്ടിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ ഇഞ്ചിയുടെ ഫുൾ ഫ്ലേവർ നമുക്ക് ഇഞ്ചിക്കറിക്ക് കിട്ടും, പുളിഞ്ചിക്ക് കിട്ടും. പിന്നെ ഞാൻ 150 ഗ്രാം ശർക്കര ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി അവിടെ കിടന്ന് നല്ലപോലെ വെന്ത് കുറുകി വരട്ടെ.
ഇനി വേറെ പണിയൊന്നുമില്ല, ഇത് അവിടെ നിന്ന് വെന്തുള്ളൂ. ഒരു 10-45 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ഇതിങ്ങനെ നല്ല തിക്നെസ് ആയിട്ട് വെന്ത് കുറുകി വരാനായിട്ട്. ഇതേ കണ്ടില്ല, ഏകദേശം ഇപ്പോൾ അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഇഞ്ചിപ്പുളിയുടെ മെയിനായി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പുളിയും ഉപ്പും മധുരം കൂടിയുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് അപ്പോൾ അത്യാവശ്യം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വറവിടാം കേട്ടോ. അപ്പോൾ വറവിടാനായിട്ട് കടുക്, ഉലുവ, കായം, കറിവേപ്പില, വറ്റൽമുളക്, ഇത്ര നല്ലെണ്ണയിലാണ് വറവെടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഇടാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ വറവിടാണ് ഈ കടുക് വറുത്തിടാണെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കേടാവുമല്ലോ. ഇതാവുമ്പോൾ പെട്ടെന്ന് കേടാവില്ല. നല്ലെണ്ണയാവുമ്പോൾ കേടാവില്ല, കുറേ നാൾ കേടാവാതിരിക്കാൻ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുളി സെലക്ട് ചെയ്യണത്, പിന്നെ ഇത് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. പിന്നെ അതിലേക്ക് വറ്റൽമുളക് പൊടിയും പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു 1/4 സ്പൂണ് കായം പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിക്ക് ഒരു ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും എന്നിട്ടുള്ള കായം പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ കായം അല്ല വെളുത്തുള്ളി ഇടില്ല. ചില സ്ഥലത്ത് മാത്രമല്ല വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് താളിച്ചൊഴിക്കുക. നല്ലൊരു മണം കേട്ടോ. കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതുണ്ടല്ലോ, നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒഴിക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി തിക്നെസ് ആവും കേട്ടോ. ഇങ്ങനെ ചെയ്യണം. നമ്മൾ എന്ത് കറി ചെയ്യുകയാണെങ്കിലും കുറച്ച് ആ ചീനച്ചട്ടിയിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ കറിക്ക് കുറച്ച് തിക്നെസ്സും നല്ലൊരു ഫ്ലേവറും വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചില ആളുകളും ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ പൊടി അരിപ്പൊടി വറുത്തൊക്കെയിടും തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല തിക്നെസ് ആയിട്ട് കിട്ടും. ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷേ ഇതിന് അങ്ങനെയൊന്നും വന്നില്ല. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, കഴിക്കും നല്ല പുള്ളിപ്പോയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റ് ഇടണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.